Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോപ്രോസസേഴ്സ് ആൻഡ് മൈക്രോകൺട്രോളർ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. 8051 ഇന്റേണൽ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ IO പോർട്സ്, മെമ്മറി, സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 8051 മൈക്രോ കൺട്രോളർ. അപ്പോൾ എന്താണ് മൈക്രോ കൺട്രോളർ, അതുപോലെ മൈക്രോ പ്രോസസർ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, 8051 microcontroller is designed by Intel in 1981. 8051 microcontroller എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് മൈക്രോ കൺട്രോളർ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ എംബെഡഡ് സിസ്റ്റത്തിലാണ്. അതുപോലെ തന്നെ 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 8-ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. അപ്പോൾ അവിടെ 8-ബിറ്റ് ഡാറ്റാബേസ് ഉണ്ടായിരിക്കും, അതുപോലെ 16-ബിറ്റ് അഡ്രസ് ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 16-ബിറ്റ് അഡ്രസ് ബസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദി 16-ബിറ്റ് അഡ്രസ് ബസ് ക്യാൻ അഡ്രസ് എ 64K ബൈറ്റ് കോഡ് മെമ്മറി സ്പേസ്, അതുപോലെ തന്നെ എ സെപ്പറേറ്റ് 64 ബൈറ്റ് ഓഫ് ഡാറ്റ മെമ്മറി സ്പേസ്, അങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ 4 പാരലൽ 8-ബിറ്റ് പോർട്സ് വരുന്നുണ്ട്, which are programmable as well as addressable as per the requirement. An on-chip crystal oscillator is integrated in the microcontroller having crystal frequency of 12 MHz. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 8051 മൈക്രോ കൺട്രോളറിന്റെ ബേസിക് ആയുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, then the 8051 has 4K on-chip read-only code memory, അതുപോലെ 128 bytes of internal random access memory. Okay. Besides internal RAM, the 8051 has various special function registers വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ general purpose registers ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ special function registers എന്ന് പറയുന്നത് such as the accumulator, B register and many other control registers. അതുപോലെ 34 8-bit general purpose registers ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. The ALU performs one 8-bit operation at a time. They are register A, B and 32 working registers. അപ്പോൾ അതിൻ്റെ internal architecture വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ കമ്പോണൻസ് ആണ് പറയുന്നത്. നമ്മൾ 8051 മൈക്രോ കൺട്രോളറിന്റെ ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഫിഗർ കൂടെ വരുമ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, then 2 16-ബിറ്റ് കൗണ്ടർ ടൈമർ, അതുപോലെ ഇവിടെ 3 ഇന്റേണൽ ഇൻട്രപ്റ്റ്സും അതുപോലെ 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആണ് വരുന്നത്. then 4 8-ബിറ്റ് IO പോർട്സ് ആണ് വരുന്നത്, അതിൽ 3 of them are dual purpose. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഇന്റേണൽ ആർക്കിടെക്ചർ ആണ്. 8051 ഇന്റേണൽ ആർക്കിടെക്ചർ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സിസ്റ്റം ബസ് എന്ത് ചെയ്യാണ്, എല്ലാ സപ്പോർട്ട് ഡിവൈസസിനെയും എന്ത് ചെയ്യുന്നു, CPU-യിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദി സിസ്റ്റം ബസ് കണക്ട്സ് ഓൾ ദി സപ്പോർട്ട് ഡിവൈസസ് ടു ദി CPU. ഒരു സിസ്റ്റം ബസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, ഡാറ്റാബേസ് വരുന്നുണ്ട്, അഡ്രസ് ബസ് വരുന്നുണ്ട് അല്ലേ. ഡാറ്റാബേസ് ഉണ്ട്, അതായത് 8-ബിറ്റ് ഡാറ്റാബേസ് വരുന്നുണ്ട്, 16-ബിറ്റ് അഡ്രസ് ബസ് വരുന്നുണ്ട്, അതുപോലെ ബസ് കൺട്രോൾ സിഗ്നൽസ് വരുന്നുണ്ട് അല്ലേ. അതാണ് ഒരു സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ അല്ലേ. All the other devices like program memory, ports, data memory, serial interface, interrupt control, timers and CPU are all interfaced together through the system bus. Okay, അപ്പോൾ ഇതാണ് 8051 internal architecture എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സിസ്റ്റം ബസ് വഴിയാണ് അല്ലേ എല്ലാത്തിനെയും കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ 16-ബിറ്റ് അഡ്രസ് ബസ് വരുന്നുണ്ട്, അതുപോലെ 8-ബിറ്റ് ഡാറ്റ ആൻഡ് അഡ്രസ് ബസ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെമ്മറി എന്ന് പറയുമ്പോൾ റോം ഉണ്ട്, അതുപോലെ തന്നെ റാം ഉണ്ട് അല്ലേ. അതുപോലെ ഇന്റേണൽ റാം സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൽ തന്നെ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ A-B രജിസ്റ്റേഴ്സിന്റെ കേസൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിലേക്ക് വരുന്ന ALU യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് A-B രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ
പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്, നമ്മൾ 4 പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, 4 8-bit പോർട്സ് ഉണ്ട്, IO പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈമർ വരുന്നുണ്ട്, ഓക്കെ, ഓസിലേറ്റർ ടൈമർ, പിന്നെ ഇൻട്രപ്റ്റ്സിന്റെ കേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്സ്, IO പോർട്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് 4 IO പോർട്സ് വരുന്നുണ്ട്, ഓരോന്നും 8 ബിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ക്യാൻ ബി കോൺഫിഗേർഡ് ആസ് ഇൻപുട്സ് ഓർ ഔട്ട്പുട്ട്സ്. ഓക്കെ, അതായത് ടോട്ടൽ ഓഫ് 32 ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ലൈൻസ് കണക്ടിങ് ദി മൈക്രോകൺട്രോളർ ടു പെരിഫറൽ ഡിവൈസസ്. പറഞ്ഞു ഇൻപുട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ആയിട്ട് കോൺഫിഗർ ചെയ്യാന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യണത്, അത് ഏതിലേക്കാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണത് ലോജിക് സ്റ്റേറ്റ് ഓൺ എ പിൻ ആണ്. ഓക്കെ, ഡിറ്റർമിൻ ചെയ്യണത്. അപ്പോൾ 0 ആണെങ്കിൽ ലോജിക് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ആണ്, 1 ആണെങ്കിൽ ഇൻപുട്ട് ആണ്. അങ്ങനെയാണ് IO പോർട്സ് കോൺഫിഗറേഷൻ വരുന്നത്. Then ഇനി 4 IO പോർട്സ് ആണ് നമുക്ക് നോക്കേണ്ടത്, P0, P1, P2 ആൻഡ് P3. അപ്പോൾ അതിലെ P1 എന്ന് പറയുന്ന പോർട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ജനറൽ IO പർപ്പസിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പോർട്സുകൾ, അതായത് P0, P2, P3 എന്ന് പറയുന്നത് ഡ്യുവൽ പർപ്പസ് പോർട്സുകളാണ്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ പോർട്ട് P1, അതിൽ പിൻസ് നോക്കുമ്പോൾ പിൻസ് 1 to 8 ആണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പോർട്ട് P1 ഈസ് എ പോർട്ട് ഡെഡിക്കേറ്റഡ് ഫോർ ജനറൽ IO പർപ്പസ്. ബാക്കിയുള്ള അതർ പോർട്സ്, അതായത് P0, P2 ആൻഡ് P3 എന്ന് പറയുന്നത് ഡ്യുവൽ റോൾസ് ആണ് ചെയ്യുന്നത്, അഡീഷൻ ടു ദയർ ബേസിക് IO ഫംഗ്ഷൻ. ദെൻ പോർട്ട് P0, അതിലെ പിൻസ് വരുന്നത് 32 to 39 ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്യുവൽ റോൾ ചെയ്യുന്നു പറഞ്ഞു, അതായത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ആവശ്യമായിട്ട് വരുന്ന ഒരു കേസിൽ when the external memory access is required, അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പോർട്ട് P0 മൾട്ടിപ്ലെക്സ് ചെയ്തിരിക്കുകയാണ്. പോർട്ട് P0 is multiplexed for address bus and data bus. Okay, then can be used to access external memory in conjunction with port P2. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ P0 act as A0 to A7 in address bus, അതുപോലെ D0 to D7 for port data. ഓക്കെ, അപ്പോൾ അതാണ് പോർട്ട് P0ന്റെ കേസ് പറയുന്നത്. അപ്പോൾ അത് ഡുവൽ റോൾ ആണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് റിക്വയർമെന്റ് കേസിൽ എന്ത് ചെയ്യുന്നു, അത് മൾട്ടിപ്ലെക്സ് ചെയ്തിരിക്കുകയാണ്. അല്ലാത്ത കേസ് വരികയാണെങ്കിൽ, അല്ലാത്ത കേസ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, അതായത് ജനറൽ IO പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഡുവൽ റോൾ വരുന്നത്. പോർട്ട് P2, അപ്പോൾ എന്ന് പറയുന്നത് പിൻസ് വരുന്നത് പിൻസ് 21 to 28 ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് സിമിലർ ടു P0 തന്നെയാണ്. The port P2 can also play a role A8 to A15 in the address bus in conjunction with port P0. എന്തിനു വേണ്ടിയിട്ടാണ്, to access external memory. ഇനി എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ജനറൽ IO പർപ്പസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡുവൽ റോൾ ചെയ്യുന്നുണ്ട്. ഇനി പോർട്ട് P3, അപ്പോൾ അതിൻ്റെ പിൻസ് വരുന്നത് 10 to 17 ആണ് പിന്ന് വരുന്നത്. അപ്പോൾ അതിൽ ഇൻ അഡീഷൻ ടു ആക്ടിങ് ആസ് എ നോർമൽ IO പോർട്സ്, ഇതിലെ 8 പിന്നുകളും, അതായത് പോർട്ട് P3യിലെ 8 പിന്നുകളും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ P30 can be used for serial receive input pin. P31 used for serial transmit output pin in a serial port. Then P32 and P33 can used as external interrupt pin. Okay, INT0, INT1. Then P34 and P35 used for external counter input pins, T0 and T1. Then last item P36 and P37 used as external data memory write and read control signal pins. Okay, അങ്ങനെയാണ് 8 പിന്നുകളും ഓരോ റോളുകൾ ചെയ്യുന്നുണ്ട്. Then memory. For operation, microcontroller required a program. അപ്പോൾ മൈക്രോ കൺട്രോളർ ചെയ്യേണ്ട സ്പെസിഫിക് ടാസ്കുകളെല്ലാം തന്നെ ഗൈഡ് ചെയ്യുന്ന ആരാണ്, ഈ പ്രോഗ്രാമാണ് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറിലേക്ക് എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ, അതായത് ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വേണം അല്ലേ, അപ്പോൾ അതാണ് പറയുന്നത്. ദിസ് പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഇൻ മൈക്രോ കൺട്രോളർ റിക്വയർഡ് സം ഓൺ ചിപ്പ് മെമ്മറി ഫോർ ദി സ്റ്റോറേജ് ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം മാത്രമല്ല, അതിൻ്റെ ഡാറ്റ ആൻഡ് ഓപ്പറൻസും സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എന്താണ്, മെമ്മറി ആവശ്യമാണ്. സോ ഇൻ മൈക്രോകൺട്രോളർ 8051 there is a code or program memory of 4 KB.
4 KB മെമ്മറിയാണ് വരുന്നത്. That is, it has 4 KB ROM and it also comprises of data memory RAM of 128 bytes. Okay. So, the 8051 microcontroller contains internal RAM and internal ROM. RAM വരുന്നുണ്ട്, ROM വരുന്നുണ്ട്. അതിൽ RAM memory എന്ന് പറയുമ്പോൾ അതിൽ വേരിയബിൾ ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. RAM memory for variable data that can be altered as the program runs. Internal RAM. അതിന്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ organized into 3 distinct areas. അതിൽ ഓരോ നമുക്ക് നോക്കാം. അതിൽ first 128 bytes of RAM are called direct memory. അപ്പോൾ അതെന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി the lowest 32 bytes of RAM. അതെന്ന് പറയുന്നത് 4 general register banks വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ റിസർവ്ഡ് ഫോർ 4 general register banks. അപ്പോൾ അതാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ബാങ്കും എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 8 registers, namely R0 to R7 with 8 bit width. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ രജിസ്റ്ററും എങ്ങനെയൊക്കെ അഡ്രസ് ചെയ്യാം? ബൈറ്റ്സ് നെയിം അല്ലെങ്കിൽ ബൈറ്റ്സ് റാം അഡ്രസ്. ഓക്കെ, then the default bank is bank 0. ഇനി a bit addressable area of 16 byte occupies RAM byte address 20H to 2FH. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതായത് ടോട്ടൽ 128 byte addressable bit ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഫോമിംഗ് ടോട്ടൽ 128 byte addressable bit. Okay, an addressable bit may be specified by its bit address of 00H to 7FH. Then, general purpose RAM area above the bit area from 30H to 7FH. Okay, അപ്പോൾ അങ്ങനെയാണ് internal RAM എന്ന് പറയുന്നത് 3 distinct areasൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. Then, ഇത് നമുക്ക് നോക്കേണ്ടത് stack and stack pointer. The stack refers to an area of internal RAM that is used in conjunction with certain opcodes, data stored and retrieved data quickly. അപ്പോൾ നോർമൽ ആയിട്ടൊരു സ്റ്റാക്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു അല്ലേ? ഒരു ഇന്റേണൽ റാമിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുന്നത്, അതായത് സ്റ്റാക്ക് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കേണ്ടത്. Then, the stack pointer register is used by the 8051 to hold an internal RAM address. അപ്പോൾ സ്റ്റാക്ക് പോയിന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു 8 bit വൈഡ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്റേണൽ റാം അഡ്രസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എങ്ങനെയാണ് സ്റ്റാക്കിൽ ഡാറ്റ പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ? ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അതാണ് പറയുന്നത്. It is incremented before data is stored during push and call instruction. അതുപോലെ തന്നെ എപ്പോഴാണ് ഡിക്രിമെന്റ് ചെയ്യുക എന്നുള്ള കേസാണ് പറയുന്നത് അല്ലേ? അതിൽ ഡാറ്റ അതിൽ എടുക്കുമ്പോൾ അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് ഡിക്രിമെന്റഡ് ആഫ്റ്റർ ഡാറ്റ ഈസ് റീസ്റ്റോർ ഡ്യൂറിങ് പോപ്പ് ആൻഡ് arity instruction. Okay. Then the stack array can reside anywhere in on-chip RAM. എവിടെ വേണമെങ്കിലും ആവാം. The stack pointer is initialized to 07H after a reset. അപ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ? ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോർ ചെയ്യുക അല്ലേ? This causes the stack to begin at location 08H. Okay. The operation of stack and stack pointer is illustrated in figure. നമുക്ക് അതിന്റെ ഫിഗർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്. അപ്പോൾ അതിൽ ഓൺ ചിപ്പ് റാം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലെഫ്റ്റ് എന്താ സ്റ്റാക്ക് പോയിന്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഓഫ് സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിന്റർ ഓഫ് റീസെറ്റ്. ഫസ്റ്റ് എന്താ സ്റ്റാക്ക് പോയിന്റർ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 07H വെച്ചിട്ടാണ് അല്ലേ? അതാണ് സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് 07 എന്നുള്ള ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ഓപ്പറേഷൻ, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യാണ്. റാമിലേക്ക് ഡാറ്റ പ്ലേസ് ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് സ്റ്റാക്ക് പോയിന്റർ എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ? അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 08H നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതായത് സ്റ്റാക്ക് പോയിന്റർ പ്ലസ് 1 അല്ലെ SP പ്ലസ് 1 എന്ത് ചെയ്യുന്നു ഡാറ്റനെ പ്ലേസ് ചെയ്തു. ദെൻ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചു. അതാണ് ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡാറ്റ 2 റീഡ് ചെയ്തു. ഡാറ്റ 2 റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, അവിടെ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഡിക്രിമെന്റ് ചെയ്തു അല്ലെ. അതാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാക്ക് പോയിന്റർ മൈനസ് 1. അപ്പോൾ 08ന് എന്ത് ചെയ്തു, അതായത് 07ലോട്ട് തന്നെ പോയി അല്ലെ തിരിച്ച്. അപ്പോൾ ഓരോ ഡാറ്റയിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതായത് ഡിക്രിമെന്റ് ചെയ്തിട്ട് ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ് അല്ലെ. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ 07H എന്നുള്ള ലൊക്കേഷൻ ആണ്, അതിലേക്ക് ഡിക്രിമെന്റ് ചെയ്ത് വന്നു. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. Then ഇനി നമുക്ക് നോക്കേണ്ടത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്റേണൽ റാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ഫസ്റ്റ് 128 ബൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഡയറക്റ്റ് മെമ്മറി അല്ലെ, ഡയറക്റ്റ് മെമ്മറി. അപ്പോൾ അത് യൂസ് ചെയ്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് സെക്കൻഡ് 128 ബൈറ്റ്സ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ടു സ്റ്റോർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് SFR. അപ്പോൾ എന്ന് പറയുന്നത് 8051 മൈക്രോ കൺട്രോളർ പെർഫോം ചെയ്യുന്ന എല്ലാ ടാസ്കിനെയും ഇത് എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ എല്ലാ സ്റ്റാറ്റസും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. The second 128 bytes are used to store SFR, special function registers, that 8051 program and configure and control the ports, timer, interrupts, serial communication and other tasks. Then, അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ അപ്പർ ഏരിയ ഓഫ് അഡ്രസ്സബിൾ മെമ്മറി ആണ്. അപ്പോൾ ദിസ് ഏരിയ കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് മെമ്മറി മാപ്ഡ് പോർട്സ് ആൻഡ് registers. All IO ports can therefore be performed by get and set operation on SFR port names such as P3. അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് SFRലോട്ട് എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ചേഞ്ചിങ് സം ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ഓഫ് ദി 8051. Then all 8051 CPU registers, IO ports, timers and other architectural components are accessible in 8051 through SFRs. They are 21 SFRs and accessed in normal internal RAM. Okay. Then, in addition to IO ports, the most frequently used special function registers എന്തിനു വേണ്ടിയിട്ടാണ്, to control and configure 8051 operations are എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈമർ കൺട്രോൾ, ടൈമർ മോഡ്, അതുപോലെ ടൈമേഴ്സ് ഹൈ ആൻഡ് ലോ ബൈറ്റ്സ്, ദെൻ സീരിയൽ പോർട്ട് കൺട്രോൾ, ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ആൻഡ് ഇൻട്രപ്റ്റ് എനേബിൾ. ഇതൊക്കെയാണ് മോസ്റ്റ് ഫ്രീക്വൻലി യൂസ്ഡ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ ഇനി വരുന്നത് ഫ്ലാഗ്സ് ആൻഡ് PSW, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇത് കുറേ പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, അതായത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഓക്കെ, then flags are 1-bit registers provided to store result of certain program instructions. Okay, അപ്പോൾ കുറച്ച് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിന് റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഫ്ലാഗ്സിൽ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത് പറയുന്നത് ഒരു 1-bit രജിസ്റ്റർ ആണ്. ദെൻ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസിനെല്ലാം തന്നെ can test the conditions of the flags and make decision based on the flag states. Okay, ഇനി ഫ്ലാഗ്സ് എല്ലാം തന്നെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് into പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആൻഡ് പവർ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ അതിൽ 8051 4 മാത്ത് ഫ്ലാഗ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ജനറൽ പർപ്പസ് യൂസർ ഫ്ലാഗ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ജനറൽ പർപ്പസ് യൂസർ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി സെറ്റ് ടു 1 or 0 ബൈ ദി പ്രോഗ്രാമർ. ഓക്കെ, ദെൻ അപ്പോൾ എന്തൊക്കെയാണ് മാത്ത് ഫ്ലാഗ്സ് നമുക്ക് നോക്കാം. ഓക്സിലറി ക്യാരി, അതുപോലെ ഓവർഫ്ലോ ആൻഡ് പാരിറ്റി. ഇനി യൂസർ ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ F0, GF0 ആൻഡ് GF0 F0. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അതായത് യൂസർ ഫ്ലാഗ്സ് ഉണ്ടല്ലോ F0, GF0 ആൻഡ് GF0 F0, അതെന്ന് പറയുന്നത് PSWയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ GF0 ആൻഡ് GF1 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, പവർ കൺട്രോൾ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക്. The 8051 requires the existence of an external oscillator circuit. ഒരു oscillator circuit എന്ന് പറയുന്നത് usually around 12 MHz ആണ്. Although the
8051 is capable of running at a maximum 14 MHz. Then 8051 ഓരോ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 12 clock cycles ആണ് വരുന്നത്. Each machine cycle in the 8051 is 12 clock cycles, giving an effective cycle rate at 1 MHz to 3.33 MHz. അപ്പോൾ ഓസിലേറ്റർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസസിന് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ഈ ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത് 8051 വരുന്ന എല്ലാ ഓപ്പറേഷൻസിലും, അതായത് ഇന്റേണൽ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യുന്നു, സിങ്ക്രണൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, then XTALI and XTAL pins are used to connecting a resonant network to form an oscillator. Basic internal clock frequency is the crystal from 1 MHz to 16 MHz. Timers or counters. First നമ്മൾ introduction തന്നെ പറഞ്ഞതാണ്. 8051 microcontroller has two 16-bit timers and counters. എന്നിട്ട് ഈ കൗണ്ടേഴ്സ് തന്നെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. These counters are again divided into a 8-bit register. Okay. The timers are used for measurement of intervals to determine the pulse width of pulses. Okay. അതൊക്കെയാണ് ടൈമേഴ്സ് ഓർ കൗണ്ടേഴ്സിൽ പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ശരിക്കും, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കവർ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, അതിൽ സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിന്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് ഇൻട്രപ്റ്റ്സ് നോക്കണം. ഇൻട്രപ്റ്റ്സ് നോക്കണം, അതുപോലെ ടൈമേഴ്സ് കൗണ്ടേഴ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിനുശേഷം പിന്നെ 6th മൊഡ്യൂൾ എന്ന് പറയുന്നതും 8051 തന്നെ അഡ്രസ്സിംഗ് മോഡ്സ് അതൊക്കെയാണ് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെയാണ്. അതൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.